നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഒരു നിർണായക വിധി ഉണ്ടായിരുന്നു. വിഷുചന്തകൾ അങ്ങനെ ഒന്നും പറഞ്ഞ് മറച്ചുവെക്കാനോ ഒന്നും പറഞ്ഞ് തുറക്കാതിരിക്കാനോ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വില പോകില്ല എന്നായിരുന്നു. സംസ്ഥാനത്ത് റംസാൻ വിഷു വിപണന മേളകൾ നടത്താൻ കൺസ്യൂമർ ഫണ്ടിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയിരിക്കുകയാണ്. സബ്സിഡി അടക്കമുള്ള സർക്കാർ ധനസഹായം നൽകുന്നതിനുള്ള വിലക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തുടരും. വിപണന മേളകളെ സർക്കാർ യാതൊരു വിധത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശത്തോടുകൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. ചന്തകളുടെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട് എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. 5 കോടി രൂപ സർക്കാർ സബ്സിഡിയോടെ റംസാൻ വിഷു ചന്തകൾ നടത്തുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം ആകുമെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. 13 ഭക്ഷ്യസാധനങ്ങൾ റംസാൻ വിഷു വിപണന മേളകളിലൂടെ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതാണ് പദ്ധതി. ഈ ഭക്ഷ്യവസ്തുക്കൾ ഇതിനോടകം തന്നെ വാങ്ങിച്ചു കഴിഞ്ഞതായും കൺസ്യൂമർ ഫെഡ് കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഉപാധികളോടെ ചന്ത നടത്താൻ കോടതി അനുമതി നൽകിയത്. മാത്രമല്ല, മധ്യവർഗത്തിന്റെയും സമൂഹത്തിലെ താഴേക്കിടയിലുള്ളവരുടെയും ജീവിതാവസ്ഥ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതും അതുകൊണ്ട് ഇത്തരമൊരു സഹായം ജനങ്ങൾക്ക് കിട്ടുന്നതിനെ തടയില്ല എന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. കൊടും ചൂടാണ്, ജനങ്ങളുടെ കയ്യിൽ പണവുമില്ല, ക്ഷേമ പെൻഷനുകളും ഭാഗികമായി നൽകിയിട്ടുമുള്ളൂ, ജനങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ് എന്നും കോടതി വ്യക്തമാക്കി. ഇതുവഴി കോടതിയുടെ ഈ ഒരു നിലപാട് വഴി അല്ലെങ്കിൽ കോടതിയുടെ ഈ ഒരു നിരീക്ഷണം വഴി കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും കുത്തുന്നൊരു സാഹചര്യവും ഇവിടെ വ്യക്തമായി തന്നെ കാണാം. റംസാൻ വിഷു ചന്ത ആരംഭിക്കുന്നത് സംബന്ധിച്ച് മാർച്ച് 6-നാണ് സഹകരണ രജിസ്ട്രാർ സർക്കാരിന് പദ്ധതി നിർദ്ദേശം സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഏപ്രിൽ 5-ന് മാത്രമാണ് സർക്കാർ അനുമതി നൽകിയത്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ 1 മാസത്തോളം വൈകിയതെന്ന് കോടതി ആരായുകയും ചെയ്തിരുന്നു. ജനങ്ങൾക്ക് ഉപകാരം കിട്ടണം, അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയാകാനും പാടില്ല. സർക്കാർ കൊടുക്കുന്നു എന്ന് കരുതി അതും സർക്കാരിന്റേതല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ തന്നെ പണമാണ്. തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച സൗജന്യങ്ങൾ നൽകുന്നത് രാജ്യം മുഴുവനുള്ള കാര്യമാണ്. സുപ്രീം കോടതി പോലും ഇക്കാര്യത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രൊപ്പഗൻഡ ആകരുത് ഇത്തരം പദ്ധതികളെന്നും കോടതി വാക്കാൽ പറഞ്ഞിരുന്നു. ഇക്കാര്യം വിധിന്യായത്തിലും കോടതി ആവർത്തിച്ച് തന്നെ പറയുകയാണ്.